നിങ്ങൾ കുറച്ച് പേരെങ്കിലും പ്രൊജക്ട് ഹെയിൽ മേരി എന്ന് പറഞ്ഞ സിനിമ കണ്ടാണ് അല്ലേ? എന്തൊരു ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ള ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവി. ഒരു അൺലൈക്ലി ഫ്രണ്ട്ഷിപ്പും അതെങ്ങനെ ഇവോൾവ് ചെയ്ത് വരുന്നു, അതൊക്കെയാണല്ലോ ബേസിക് തീം സിനിമയുടെ. എനിക്ക് പക്ഷേ ആ സിനിമ കണ്ടപ്പോൾ ഓർമ്മ എന്താണെന്ന് അറിയാമോ, ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ കാണുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ ആണല്ലോ. അപ്പോൾ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷം ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരികയും അതിനുശേഷം ആ ഒരു റിലേഷൻഷിപ്പ് ഇവോൾവ് ചെയ്ത് വരുന്നതും എനിക്കെന്തോ ആ സിനിമ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ആദ്യം ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് ഒരു UPT പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായിട്ട് വരുന്ന സമയത്ത് ഒരു ഡോക്ടർ പറയുക കുറേ മെഡിക്കൽ ജാർഗണും കുറേ മെഡിക്കൽ ടേംസും, ഇങ്ങനെ വേണം, ആ മരുന്ന് കഴിക്കണം, ഈ മരുന്ന് കഴിക്കണം. അപ്പം ഒരു പേഷ്യൻ്റിന് ഒരു നമ്മുടെ ഭാഷ സംസാരിക്കാത്ത ഒരു റോക്കിയോട് സംസാരിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും അല്ലേ? ഡോക്ടറിനാണെങ്കിലും ആദ്യമായിട്ടൊരു പേഷ്യൻറ്റിനെ കാണുകയാണ്, അപ്പോൾ അവരെ ഒന്ന് അസസ് ചെയ്യുക, അപ്പോൾ ആ കുറച്ചൊരു സീരിയസ് ആയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ പതുക്കെ ഓരോ വിസിറ്റ് കഴിയും തോറും ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ചും കൂടെ ഇവോൾവ് ചെയ്ത് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ അന്വേഷിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കും. ആ കുട്ടിയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ ആ ഫാമിലി ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒരു പാർട്ടാവാൻ ആ ഡോക്ടറിന് സാധിക്കും. അവസാനം ഒരു കുഞ്ഞ് ഡെലിവറായി പോകുമ്പോൾ ആ ഒരു പീക്കിലെത്തുകയാണ് അല്ലേ റിലേഷൻഷിപ്പ്. അവരുടെ ഒരു രണ്ടുപേരുള്ള ഒരു ഫാമിലിയിലേക്ക് ഒരാളെയും കൂടെ കൊണ്ടുവരുന്നതിൽ ഒരു ഇൻസ്ട്രുമെൻ്റൽ പാർട്ടാവാൻ ആ ഡോക്ടറിന് സാധിക്കുന്നു. ആ ഒരു പ്രഗ്നൻസി ജേർണിയിൽ അവരോടൊപ്പം നിൽക്കുന്ന ആ ഡോക്ടർ അവരുടെ ഒരു എന്തെങ്കിലുമൊക്കെ രീതിയിലാണെങ്കിലും അവർക്കും ഒരു ചെറിയൊരു അറ്റാച്ച്മെൻ്റ് ഒക്കെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കെന്തോ ഈ സിനിമ കണ്ടപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് അത് എൻ്റെ മനസ്സിലതാണോ എന്ന് എൻ്റെ പൊട്ടബുദ്ധിയിൽ തോന്നിയതായിരിക്കും. പക്ഷെ ഒരു അൺലൈക്ലി ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തടത്തൊരു സൗഹൃദം, ഒരു റിലേഷൻഷിപ്പ്, ഒരു സ്നേഹബന്ധം വരുന്നതും ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ കാണാൻ വരുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള മദേഴ്സിനെയും അവരുടെ പാർട്ട്നേഴ്സിനെയും ജനിച്ചു വീഴുന്ന കുഞ്ഞിനെയൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. അപ്പോൾ ഐ തോട്ട് ഐ ഷുഡ് ഷെയർ ദിസ് വിത്ത് യു ഗൈസ്.